ഹായ് ബ്രിജിക്സ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറബി സാഹിത്യത്തിൽ പ്രണയത്തിന് പുതിയൊരു ഭാവം നൽകിയ ഒരു കവിയെക്കുറിച്ചാണ്. ഗസൽ കവിതകളുടെ ഇമാം എന്നറിയപ്പെട്ട ഉമർ ഇബ്നു അബി റബിയ. നിങ്ങളുടെ നെറ്റ് പരീക്ഷാ തയ്യാറെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വിവാദങ്ങൾ നിറഞ്ഞ ജീവിതത്തിലേക്കും ആ അതുല്യമായ കവിതകളിലേക്കും ഒന്ന് കടന്നു ചെല്ലാം. കേട്ടുനോക്കൂ, പ്രശസ്ത കവിയായ അൽ ഫറസ്തക്ക് ഒരു കവിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. മറ്റെല്ലാ കവികളും തേടി നടന്നിട്ട് കിട്ടാതെ പോയ ആ ഒരു വിഷയം ഇദ്ദേഹം വളരെ എളുപ്പത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അക്കാലത്തെ വലിയൊരു കവിയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ ആരായിരിക്കും ആ വ്യക്തി? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ കവിതകൾക്കുള്ള ആ ഒരു മാന്ത്രികത? നമുക്ക് കണ്ടെത്താം. പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര പോകാം. ആദ്യം ആരായിരുന്നു ഉമർ എന്ന് നോക്കാം. പിന്നെ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഗസലുകളുടെ ലോകത്തേക്ക് കടക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതവും വ്യക്തിത്വവും, വിമർശകർ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്നതും, ഒടുവിൽ അദ്ദേഹത്തിന്റെ അവസാന നാളുകളും സാഹിത്യത്തിലെ പൈതൃകവും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം. ആരായിരുന്നു ഈ ഉമർ ഇബ്നു അബി റബിയ? എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം? ഈ പേരൊന്ന് ശ്രദ്ധിക്കണം. ഉമർ ബിൻ അബ്ദുള്ള ബിൻ അബി റബിഅ അൽ മഖ്സൂമി. ഖുറേഷി ഗോത്രക്കാരനാണ്, അതും മഖ്സൂമി കുടുംബത്തിൽ നിന്നുള്ളയാൾ. അതായത് പ്രവാചകന്റെ അതേ ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രമുഖ കുടുംബം. ജനിച്ചത് ഹിജ്റ 23 മദീനയിലാണ്. ഈയൊരു കുലീന പാരമ്പര്യം തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയൊരു സ്ഥാനം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നോക്കൂ, ശരിക്കും ഒരു സിനിമ പോലെ നാടകീയതകൾ നിറഞ്ഞതായിരുന്നു. ഹിജ്റ 23 രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് മരണപ്പെട്ട അതേ ദിവസമാണ് നമ്മുടെ കവി ജനിക്കുന്നത്. പിന്നെ 12ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. കവിതകളുടെ പേരിൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തെ ദഹ്ലക് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുന്നുണ്ട്. അവസാനം ഹിജ്റ 94 ഒരു കപ്പലപകടത്തിൽ മുങ്ങിമരിക്കുന്നു. കണ്ടില്ലേ, തുടക്കം മുതൽ ഒടുക്കം വരെ സംഭവബഹുലം. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ച് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വാചകമാണിത്: എന്ത് സത്യമാണ് ഉയർത്തപ്പെട്ടത്, എന്തസത്യമാണ് സ്ഥാപിക്കപ്പെട്ടത്. അതായത് ഒരേ ദിവസം തന്നെ നീതിമാനായ ഖലീഫ ഉമറിന്റെ മരണവും പ്രണയം പാടുന്ന കവി ഉമറിന്റെ ജനനവും. ആ ഒരു വൈരുദ്ധ്യമാണ് ആളുകൾ ഇതിലൂടെ സൂചിപ്പിച്ചത്. ജനിച്ചപ്പോൾ മുതൽ ഒരു വിവാദ നായകനായിരുന്നു എന്ന് പറയാം. ഇത് നെറ്റ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അദ്ദേഹത്തിന് ഒന്നിലധികം കുഞ്ഞത്തുകളുണ്ടായിരുന്നു: അബുൽ ഖത്താബ്, അബു ഹഫ്സ്, അബു ബിഷ്ർ. പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ഡീറ്റെയിൽസ് ആണ് ചോദ്യമായി വരാറ്. അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. അപ്പോ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഗസൽ കവികളുടെ ഇമാം എന്ന് വിളിക്കുന്നത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളെ അത്രയേറെ വ്യത്യസ്തമാക്കിയത്? നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിന് 2 കിടിലൻ സ്ഥാനപ്പേരുകളുണ്ടായിരുന്നു. ഒന്ന് അൽ ആഷിഖ്, അതായത് കാമുകൻ. 2 ഇമാം ഷുആറ അൽ ഗസൽ, ഗസൽ കവികളുടെ നേതാവ്. കാരണം വളരെ സിമ്പിളാണ്. അദ്ദേഹം മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും എഴുതിയില്ല. തന്റെ കവിതകൾ മുഴുവനായും പ്രണയത്തിനും സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുന്നതിനും വേണ്ടി മാത്രമായി മാറ്റിവെച്ചു. ഇത് അറബി കവിതയിൽ ഒരു പുതിയ ട്രെൻഡ് തന്നെയായിരുന്നു. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വരുന്നത്. സാധാരണ കവികളെപ്പോലെ അദ്ദേഹം ഒരു വിരശിയായ കരയുന്ന കാമുകനായിരുന്നില്ല. മറിച്ച് സ്ത്രീകൾ പ്രണയിക്കുന്ന, അവർ തേടി വരുന്നൊരു നായകനായിരുന്നു കവിതകളിൽ അദ്ദേഹം. തന്റെ പ്രണയാനുഭവങ്ങൾ ഒരു കഥ പറയുന്നതുപോലെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ജരീർ, ഫറസ്ദക് തുടങ്ങിയ അധികായന്മാരുടെ കൂടെ നിരൂപകർ അദ്ദേഹത്തിനും സ്ഥാനം നൽകിയത്. ഈയൊരു താരതമ്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ജാഹിലിയ കാലത്തെ പ്രശസ്തനായ ഇമ്രൂൽ കൈസും പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാന വ്യത്യാസമുണ്ട്.
ഇമ്രുൽ ഖൈസ് വിവാഹിതരായ സ്ത്രീകളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പാടിയതെങ്കിൽ ഉമർ പാടിയത് കുലീന കുടുംബങ്ങളിലെ അവിവാഹിതരായ യുവതികളെക്കുറിച്ചായിരുന്നു. ഇത് വളരെ നിർണായകമായ ഒരു വ്യത്യാസമാണ്. അപ്പോ കവിത മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും വളരെ വ്യത്യസ്തമായിരുന്നു. ആരെയും കൂസാത്ത ധൈര്യശാലിയായ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ വ്യക്തമാക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ധൈര്യം കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അക്കാലത്തെ ഖലീഫ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, എന്താടോ താൻ ഞങ്ങളെക്കുറിച്ചൊന്നും പാടാത്തത്? അപ്പോ ഉമറിന്റെ മറുപടി എന്തായിരുന്നെന്നറിയാമോ? ക്ഷമിക്കണം, ഞാൻ പുരുഷന്മാരെ പ്രകീർത്തിക്കാറില്ല, ഞാൻ സ്ത്രീകളെ മാത്രമേ പ്രകീർത്തിക്കാറുള്ളൂ. എന്തൊരു മറുപടിയാണല്ലേ! ഒരു ഖലീഫയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ അസാമാന്യ ധൈര്യം വേണം. ഇനി അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വന്നാൽ അവിടെയും ചില വിവാദങ്ങൾ കാണാം. ഉദാഹരണത്തിന്, ഏറ്റവും പവിത്രമായി കാണുന്ന ഹജ്ജ് തീർത്ഥാടനത്തെ അദ്ദേഹം കണ്ടിരുന്നത് സൗന്ദര്യവതികളായ സ്ത്രീകളെ കാണാനുള്ള ഒരു അവസരമായിട്ടാണ്. ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. അദ്ദേഹം 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യം കുൽസും ബിന്ത് സാദിനെയും അവരുടെ മരണശേഷം സൈനബ് ബിന്ത് മൂസയെയും. ഈ രണ്ടാമത്തെ ബന്ധത്തിലാണ് അദ്ദേഹത്തിന് ബിഷ്ർ എന്ന മകൻ ജനിക്കുന്നത്. കവിത കാരണം നാട് കടത്തപ്പെടുക? അതെ, അതും സംഭവിച്ചു. ഭക്തനായ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് കരുതിയത് ഉമറിന്റെ ഈ കവിതകൾ മദീനയിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുമെന്നായിരുന്നു. അതിനൊരു പരിഹാരമായിട്ടാണ് അദ്ദേഹം കവിയെ ചെങ്കടലിലെ ദഹ്ലക് എന്ന ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് നാടുകടത്തിയത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കവിയെക്കുറിച്ച് ആളുകൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. നമുക്ക് നോക്കാം അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ എന്തൊക്കെയായിരുന്നു എന്ന്. പ്രമുഖ കവിയായ ജരീർ പറഞ്ഞത് രസകരമായ ഒരു കാര്യമാണ്. ഇതൊരു തരം ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, ഈ ഖുറേഷി ചെറുപ്പക്കാരൻ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു, അവസാനം അത് കവിതയായി മാറി. അതായത് ഉമറിന്റെ കവിത സാധാരണ രീതിയിലുള്ള ഒന്നല്ല, അതൊരു പ്രതിഭയുടെ ഭ്രാന്തമായ ഒഴുക്കാണ് എന്ന്. എന്നാൽ എല്ലാരും ഇങ്ങനെ പുകഴ്ത്തുകയായിരുന്നില്ല. നേരെ തിരിച്ചുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഹിഷാം ഇബ്ന് ഉർവെ പോലുള്ള പണ്ഡിതന്മാർ ശക്തമായി മുന്നറിയിപ്പ് നൽകി, നിങ്ങളുടെ ചെറുപ്പക്കാർക്ക് ഉമറിന്റെ കവിതകൾ പഠിപ്പിച്ചു കൊടുക്കരുത്, അതവരെ വ്യഭിചാരത്തിലേക്ക് തള്ളിവിടും. അത്രത്തോളം സ്വാധീനം അദ്ദേഹത്തിന്റെ വരികൾക്ക് സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വിമർശനങ്ങളെയും മറികടക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അൽ റാഫി പറഞ്ഞത് ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുന്നു, എല്ലാ കാര്യത്തിലും ഖുറേഷികളാണ് മുന്നിലെന്ന് അറബികൾക്കറിയാമായിരുന്നു, കവിതയുടെ കാര്യത്തിലൊഴികെ. ആ ഒരു കുറവ് നികത്തിയത് ഉമർ ഇബ്ന് അബി റബീഅയുടെ വരവോടെയാണ്. ഇതിലും വലിയൊരു അംഗീകാരം ഒരു കവിക്ക് കിട്ടാനുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്കും അദ്ദേഹം അറബി സാഹിത്യത്തിൽ ബാക്കി വെച്ചുപോയ ആ വലിയ പൈതൃകത്തിലേക്കും പോകാം. ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ജീവിതത്തിന്റെ അവസാനകാലത്ത് അദ്ദേഹം പശ്ചാത്തപിച്ച് ഒരു ഭക്തനായി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിലും അതിശയിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം സഹോദരനോട് പറഞ്ഞുവത്രേ, അല്ലാഹുവാണ് സത്യം, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു വലിയ പാപം ചെയ്തതായി എനിക്കറിയില്ല. ഇത്രയധികം പ്രണയത്തെക്കുറിച്ച് പാടിയ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തു മനസ്സിലാക്കണം? ജീവിതം പോലെ തന്നെ മരണവും വളരെ നാടകീയമായിരുന്നു. ഒരു സൈനിക നീക്കത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പലിന് തീപിടിച്ചു. അങ്ങനെ ഹിജ്റ 94-ൽ അദ്ദേഹം കടലിൽ മുങ്ങി മരിച്ചു. പ്രണയം പാടിയ കവിക്ക് അഗ്നിയിലൊരന്ത്യം. അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു സാമ്പിൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ റായിയ എന്ന കവിതയിലെ ആദ്യ വരി ഇങ്ങനെയാണ്: അമിൻ ആലീൻ നുഅ്മിൻ അന്ത ഗാദിൻ ഫമുബ്കിറു ഗദാത്ത ഗദിൻ അം റായിഹുൻ ഫമുഹജ്ജറു. ആ വരികളുടെ സംഗീതവും ഭംഗിയും കണ്ടില്ലേ? ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ചോദ്യം വെക്കുകയാണ്. ഉമർ ഇബ്നു അബി റബിയ അറബി കവിതയിലൊരു പുതിയ വഴി തുറന്ന പരിഷ്കർത്താവാണോ അതോ കേവലം ഒരു അധാർമികനായ കവിയായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങളുടെ പഠനത്തിനും പരീക്ഷയ്ക്കും തീർച്ചയായും പ്രയോജനം ചെയ്യും. നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ.
നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.